രണ്ടാമത് തന്നെ വായു. വായുവിലിരിക്കുന്ന ആറ്റത്തെ വന്ന് ആറ്റം ഈസ് ട്രാൻസ്മിറ്റഡ് ഇൻ ടു എനർജി ആർ ഡിസിപ്പേറ്റഡ് ഇൻ ടു എനർജി. കറക്റ്റ് തന്നെയാണ്. അത് ചെയ്യുമ്പോൾ എവിടെ പോയി? സ്പേസിലുള്ള എനർജി. സ്പേസിൽ പോയി എനർജിയാണ് നിൽക്കുന്നു. എന്തോന്ന്? അപ്പോൾ സ്പേസ് എന്ന് പറഞ്ഞത് ഒരു വാല്യൂം അല്ലേ? ആലോചിച്ച് നോക്ക്. സ്പേസ് എന്ന് പറയുന്നത് ഒരു വാല്യൂമാണ്. ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സ്പേസ് എന്ന് പറയുന്നത് ഒരു വാല്യൂമാണ്. നിങ്ങൾ സ്പേസ് എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ കയ്യെ കാണിക്കും. ഇങ്ങനെ അത് സ്കൈ. എന്തെന്ന്? സ്കൈ എന്ന് പറഞ്ഞത് ഒരു ഫാൾസ് ഡിസപ്പിയറൻസ്. എന്തോന്ന്? അത് ഡ്യൂ ടു ദി ഡിസ്പെർഷൻസ് ഓഫ് ലൈറ്റ് ദ ബ്ലൂ കളർ ഡീവിയേറ്റ്സ് മോസ്റ്റ് ആൻഡ് അത് ഒരു ഫാം ആവുന്നതാണ്. കടലിൽ പോയാലും നിങ്ങൾക്ക് നീല നിറം ദൂരത്തിൽ കാണും. അത് വന്ന് ഈ സ്കൈൻ്റെ റിഫ്ലക്ഷൻ അല്ലേ? ശരി. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ആകാശം, സ്പേസ്, അതിൽ നിറഞ്ഞു നിൽക്കുന്ന ശക്തി എനർജിയായിട്ട് പോയി എല്ലാം. അപ്പം പഞ്ചഭൂതം ഒടുങ്ങി നിൽക്കുന്ന ഇറ്റ് ഈസ് ഇതെന്ന് ഇൻവല്യൂഷൻ, അല്ലെങ്കിൽ വന്ന് അതിൻ്റെ പേര് ഇൻവല്യൂഷൻ, അല്ലെങ്കിൽ മനസ്സിലായ? അത് വന്ന് ഇപ്പോൾ എവിടെ നിൽക്കുന്നു? പഞ്ചഭൂതം എന്ന് പറയുന്നത് ഇപ്പോൾ കാണാതായി ഇപ്പോൾ. അപ്പോൾ എനർജിയാണ് ഒറിജിനൽ. എന്തോന്ന്? സ്പേസ് ആൻഡ് എനർജിയാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. സ്പേസ് ആൻഡ് എനർജിയാണ് എൻഡിങ് പോയിന്റ്. സ്പേസ് ആൻഡ് എനർജിനാൽ എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ആ സ്പേസാണ് ശിവം. എന്തോന്ന്? അതിൽ അകത്ത് നിറഞ്ഞിരിക്കുന്ന എനർജിയാണ് പരാശക്തി. അപ്പോൾ ശിവന് ഒരു മന്ത്രം നിങ്ങൾ നമശിവായ എന്ന മന്ത്രമൊക്കെ ഉണ്ടല്ലോ. അതിൽ സി എന്ന് പറഞ്ഞാൽ ശിവം. എന്തോന്ന്? വാ എന്ന് പറഞ്ഞാൽ പരാശക്തി. ഇപ്പോൾ സ്പേസിൽ എന്ത്? സി വാ രണ്ടല്ലേ ഇരിക്കുന്നു. അപ്പോൾ ശിവ എന്ന് കുറച്ചു നേരം പറയൂ. അങ്ങനെയല്ല, നിങ്ങളിപ്പോൾ ചേർത്ത് പറയൂ. ശിവ എന്ന് പറയൂ. എന്തോന്ന്? നിങ്ങൾ ഇപ്പോൾ ശിവ എന്ന് പറയാൻ പറഞ്ഞാൽ വാസി എന്നല്ലേ പറയുന്നത്? ഇതാണ് ശിവ. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ശിവ ആൻഡ് വാസി? അതായത് അങ്ങനെ ഡിഫറൻസ് ഇരിക്കുന്നത്. വാസി ഈസ് ദി മീൻസ്. എഴുതിക്കോ. വാസി ഈസ് ദി മീൻസ് ആൻഡ് ശിവ ഈസ് ദി എൻഡ്. വാസി ഈസ് ദി മീൻസ്. MEANS. മീൻസ് എന്ന് വെച്ചാൽ പാത്വേ ആർ പ്രോഗ്രസ് ആർ പ്രോസസ്. വാസി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രസ് ആർ ഇത് എന്തോന്ന് പറയുന്നത്? പാത്വേ. അപ്പോൾ അത് മീൻസ്, അതിപ്പോൾ എത്തുന്ന സ്ഥലമാണ്. എൻഡ് എന്ന് പറഞ്ഞാൽ മീൻസ് ആൻഡ് എൻഡ്സ്. എൻഡ് എന്ന് പറഞ്ഞാൽ മീൻസ് ഈസ് ദി പാത്വേ, എൻഡ് ഈസ് ദി ഫൈനൽ പോയിന്റ്. നിങ്ങൾ ട്രിവാൻഡ്രം കൊല്ലത്ത് എയർപോർട്ടുണ്ടോ? ആ എയർപോർട്ടിൽ ഇറങ്ങി നിങ്ങൾ കാർ എടുത്തുകൊണ്ട് എവിടെ പോകുന്നു? വീട്ടിൽ പോകുന്നല്ലോ. എയർപോർട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ? ആ 19 കിലോമീറ്റർ ട്രാവലാണ് വാസി. ആ വീട്ടിൽ പോയി എത്തുന്നതിലാണ്. അതാണ് ശിവ ഈസ് ദി ഡെസ്റ്റിനേഷൻ. എന്തോന്ന്? അപ്പോൾ ശിവയോഗത്തിൽ വന്ന് വാസി വന്ന് ശിവയോഗമാണ്. എന്തോന്ന്? വാസി വന്ന് ശിവയോഗം. അപ്പോൾ ശിവയോഗത്തിൽ ശിവനെ കയറി പിടിക്കും. ശിവൻ്റെ അടുത്ത് അറ്റാച്ച് ചെയ്ത് ശിവൻ്റെ അടുത്ത് യൂണിയൻ ചെയ്യുന്നത് ശിവനെ എത്തുന്ന മാർഗമാണ് വാസി. അപ്പോൾ എന്നെ ഇപ്പം മനസ്സിലായി, ഇതാണ് വാസി. അപ്പോൾ ഈ എക്സസൈസിൻ്റെ പേര് വാസി. അതുകൊണ്ട് കിട്ടുന്നത് ശിവം എന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ ക്രിസ്ത്യനാണ് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത് വാസി എന്ന് പറഞ്ഞ എനർജി. എന്തോന്ന്? കണ്ണിൽ കാണാൻ പറ്റാതെ എനർജിയിൽ നിങ്ങളുടെ ക്രിസ്ത്യനിലുള്ള ഗാഡ് ദി ഫാദർ എങ്ങനെ ഇരിക്കുന്നു? ഗാഡ് ദി ഫാദറിനെ ഡിഫിനിഷൻ പറയൂ. ഗോഡ് ദി ഫാദർ എന്നുണ്ടല്ലോ ക്രിസ്ത്യൻസ്. അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നാണ്? ശരി,
ക്രിയേറ്റ് അങ്ങനെ കൈ കാലൊക്കെ ഉണ്ടാ? കാർത്തി ഫാദറിന് രൂപമില്ല, അത് രൂപമില്ല. അങ്ങേര് വന്ന് അയാൾ എനർജിയാണ്. അങ്ങേരെ നിങ്ങൾക്ക് കാണാൻ ഒക്കില്ല. എന്തോന്ന്? അങ്ങ് പരലോകത്തിലിരിക്കും പരമപിതാവാണ്, കാണാവുന്നതില്ല. പരമ എന്ന് പറഞ്ഞാൽ എവിടെയും നിറഞ്ഞ പിതാവ്. എന്തോന്ന്? പിതാവ്, നിങ്ങളുടെ പിതാവിൻ്റെ പിതാവ്. എന്തോന്ന്? അപ്പോൾ അതൊക്കെയാണ് ആ പിതാവിൻ്റെ പിതാവ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ അങ്ങേർക്ക് രൂപമില്ല, നാമമില്ല, രൂപമില്ല, നാമമില്ല, അതാണ് ഡെഫിനിഷൻ. മനസ്സിലായ? അപ്പോൾ അല്ല എന്ന് പറഞ്ഞാലും മുസ്ലിമിന് അല്ല എന്ന് പറഞ്ഞാലും രൂപമില്ല, നാമമില്ല, രൂപമില്ല, നാമമില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ ഹിന്ദു മതത്തിലും ശിവ എന്ന് പറഞ്ഞത് നാമമില്ല, രൂപമില്ല. അതാണ് ഹൈ ലെവൽ നാലേജ്. അത് ഹൈ ലെവൽ നാലേജിൻ്റെ തൊട്ട് താളമുള്ള നാലേജാണ് രൂപം. നിങ്ങളുടെ ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാമിലും ഒരേ കടവുൾ, ആ കടവിന് രൂപമില്ല, നാമമില്ല, പേരില്ല. അതാണ് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഫസ്റ്റ് സ്റ്റേജിൽ രൂപമില്ല, നാമമില്ല. സെക്കൻഡ് സ്റ്റേജിൽ ഹിന്ദുക്കളിൽ വഴിപാടെന്നൊന്നുണ്ട്. എന്തോന്ന്? അപ്പോൾ വഴിപാടെന്നൊന്ന് വേണമെങ്കിൽ അതിൽ രൂപം വേണം. എന്തോന്ന്? അപ്പോൾ രൂപത്തിന് വച്ച് കൊടുത്താൽ തന്നെ ഇവർക്ക് അവിടെ പൂവ് കൊണ്ടുപോകണം, കടയിൽ നിന്ന് പൂവ് കൊണ്ട് അതിലിടണം, അടുത്ത് അതിൽ വെറ്റപ്പാക്ക് കൊണ്ടുവയ്ക്കണം, അത് ചന്ദനം ഒഴിക്കണം. അപ്പോൾ ഇതിനൊക്കെ രൂപം വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഒരു രൂപം രണ്ടാമത് സ്റ്റേജിലും ഉണ്ടാകും. രണ്ടാം സ്റ്റേജാണ് താളോട്ടുള്ള സ്റ്റേജ്. അപ്പോൾ അത് വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ താളോട്ട് നിൽക്കുന്ന സ്റ്റേജിൽ നിന്നാൽ പോരാ, അതിൽ നിന്ന് മുകളിലോട്ടുള്ള സ്റ്റേജിൽ പോകണം. എന്തോന്ന്? അത് വന്ന് നിങ്ങൾ തൃശ്ശൂരിൽ വന്ന് എന്തോന്ന് മറ്റേ നിങ്ങൾ തൃശ്ശൂരിൽ ശിവക്ഷേത്രം ഉണ്ടല്ലോ. എന്തോന്ന് ശിവക്ഷേത്രം? തൃശ്ശൂരിലെ ശിവക്ഷേത്രത്തിൻ്റെ പേരെന്തോന്ന്? ഫേമസ് തൃശ്ശൂർ പൂരമൊക്കെ നടക്കുന്നുണ്ടല്ലോ. ശരി, ദക്ഷിണാമൂർത്തി, അവിടെ ശിവലിംഗം എന്നൊരു പേരുണ്ട്. അപ്പോൾ ഒന്ന് എന്തെന്ന് വെച്ചാൽ അത് വഴിപാട് നടത്തി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവർ അച്ഛൻ വിളിച്ചുകൊണ്ട് പോയി ഇതാണ് ദൈവം. അപ്പോൾ കുട്ടിക്ക് അറിഞ്ഞിട്ട് ഓ ഇതാണ് ദൈവം, ഓക്കെ റൈറ്റ്, ഓ ശിവലിംഗം ഇതാണ് ദൈവം, അങ്ങനെ തന്നെ വിചാരിക്കുന്നു. പഠിക്കുന്നു, എല്ലാം ചെയ്യുന്നു, അഭിഷേകം ചെയ്യുന്നു. കുറച്ച് വളർന്ന് SLC പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആകുമ്പോൾ ഓഹോ ഒരു എനർജിയാണ്, അത് വന്ന് താഴ്നിലയിലുള്ളവർക്ക് കുമ്പിടാൻ വേണ്ടിയാണ് ഈ രൂപമൊക്കെ വച്ചിരിക്കുന്നത്. അപ്പോൾ വന്ന് അവർ ഒരു 25 വയസ്സാകുമ്പോൾ രൂപമില്ല എന്നുള്ളത് റിയലൈസ് ചെയ്യണമല്ലോ. പക്ഷേ ഇവിടെ എന്തെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കില്ല. ഇവർ ചാവുന്നവരെ രൂപത്തെ വഴിപാട് തന്നെ ചെയ്യും. എന്തോന്ന്? അപ്പോൾ രൂപ വഴിപാട് ഇറ്റ് ഈസ് എ സ്റ്റാർട്ടിങ് സ്റ്റേജ്. അതിൽ നിന്ന് മുകളിലോട്ട് പോകണം. മുകളിലോട്ട് പോകുമ്പോഴാണ് ഈ വാസിയോഗമൊക്കെ പഠിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായ? അതാണ് ആരംഭഘട്ടത്തിലാണ് ഇത് ആവശ്യമുണ്ട്. പക്ഷേ മനുഷ്യന്മാർ 90 വയസ്സായി ചാവുന്നവരെ ക്ഷേത്രത്തിൽ തന്നെ പോകും. ആരംഭഘട്ടത്തിലിരിക്കുന്ന ആ പ്രോസസ്സിൻ്റെ പേര് ശരിയയിൽ നിന്ന് ക്രിയയിൽ ഉയരണം. ക്രിയയിൽ ഉയരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അവർ വീട്ടിൽ പൂജ ചെയ്യണം, ഹോമം ചെയ്യുന്ന ഇതെല്ലാം ക്രിയ. അതോടെ ഹയ്യർ സ്റ്റേജ് യോഗ, അതോടെ ഹയ്യർ സ്റ്റേജ് ജ്ഞാന. ഇപ്പോൾ യോഗയിൽ വാസി യോഗ ചെയ്താൽ ജ്ഞാനത്തിൽ വന്ന് മുക്തി കിട്ടും. എന്തോന്ന്? അത് പതഞ്ജലി യോഗ ചെയ്താൽ കുനിഞ്ഞെന്ന് വന്ന് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് ആരോഗ്യം കിട്ടും. എന്തോന്ന്? ഇപ്പോൾ എന്താ വെച്ചാൽ മറ്റേ യോഗ ഫിസിക്കൽ ബോഡി എക്സസൈസ്, അത് ഓവറായി ചെയ്താൽ നിങ്ങൾക്ക് വേറെ കുഴപ്പങ്ങളും ഉണ്ടാകും. മനസ്സിലായ? വാസി യോഗ ഇസ് എ സട്ടിൽ എനർജി ഫ്ലോ യോഗ. എന്തോന്ന്?